സത്യത്തിനു മുന്നിൽ കോടതി തോറ്റപ്പോൾ നീതിക്ക് വേണ്ടി സ്വയം കോടതിയായ ശങ്കരനാരായണൻ. കേരളം ഒരുപക്ഷെ ഈ മനുഷ്യനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാകാം: സ്വന്തം മകളെ പിച്ചു ചീന്തി കൊന്നവനെ വെടിവെച്ചു കൊന്ന ശങ്കരനാരായണൻ. കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ആ വിധി കേട്ട ശങ്കരനാരായണൻ 2 പതിറ്റാണ്ടിന് ശേഷം മകളുടെ ലോകത്തേക്ക് മടങ്ങുകയാണ് അയാൾ. മലപ്പുറം സ്വദേശിയായ ശങ്കരനാരായണൻ തൻ്റെ 75-ാം വയസ്സിൽ അവസാന ശ്വാസം വലിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് കൃഷ്ണപ്രിയയുടെ മുഖം തന്നെയാകും. 13-ാം വയസ്സിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട മകൾക്ക് തൻ്റെ പൊന്നോമനയായ കൃഷ്ണപ്രിയയ്ക്ക് മനസാക്ഷിയുടെ കോടതിയിൽ നീതി ലഭിച്ചുവെന്ന വിശ്വാസത്തിലാകും ശങ്കരനാരായണൻ കണ്ണുകളടച്ചത്. കൃഷ്ണപ്രിയയെയും അച്ഛൻ ശങ്കരനാരായണനെയും ഒരു നോവോടെയല്ലാതെ കേരളത്തിന് ഓർക്കാൻ കഴിയില്ല. ചേണോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും 3 മക്കളായിരുന്നു. മൂത്ത 2 ആണുങ്ങളും ഒരു പെൺകുഞ്ഞും. അവളാണ് കൃഷ്ണപ്രിയ. 13 വയസ്സുവരെയേ ആ അമ്മയ്ക്കും അച്ഛനും മകളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. മുഹമ്മദ് കോയ എന്ന 24-കാരനായ ക്രിമിനൽ ആ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. 2001 ഫെബ്രുവരി 9-ന് സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ് കൃഷ്ണപ്രിയയെ അയൽവാസിയായ മുഹമ്മദ് കോയ ഇല്ലാതാക്കിയത്. സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ കോടതി ശിക്ഷിച്ചു. പതിവ് പോലെ പിന്നാലെ ജാമ്യവും ലഭിച്ചു. കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടില്ല എന്നൊരു ഘട്ടം വരെ കാര്യങ്ങളെത്തി. അതിനിടെയാണ് 2002 ജൂലൈ 27-ന് കൃഷ്ണപ്രിയ വധക്കേസ് പ്രതി മുഹമ്മദ് കോയ വെടിയേറ്റു കൊല്ലപ്പെട്ടെന്ന വാർത്ത കേരളം കേട്ടത്. തൊട്ടു പിന്നാലെ മകളെ ഇല്ലാതാക്കിയവനെ കൊന്നത് താനാണെന്ന് ഏറ്റുപറഞ്ഞ് ശങ്കരനാരായണൻ കീഴടങ്ങുകയും ചെയ്തു. ആ സംഭവം വലിയ ചർച്ചകളായി. സ്വാഭാവികമായും ജനങ്ങൾ ശങ്കരനാരായണന് ഒപ്പമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിയമം കയ്യിലെടുത്തത് ശരിയായില്ലെന്നും പിന്നെന്തിന് കോടതിയെന്നും പറഞ്ഞവർ പോലും മനസ്സിലുള്ളിലെങ്കിലും ശങ്കരനാരായണനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. മകളെ കൊന്നവനെ കൊന്ന നായകനായി ശങ്കരനാരായണൻ മാറി. എന്നാൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശങ്കരനാരായണനെ ശിക്ഷിച്ചു. പിന്നീട് കേസ് ഹൈക്കോടതിയിലെത്തി. അവിടെ പക്ഷേ ഉണ്ടായത് ആരും പ്രതീക്ഷിക്കാത്ത വിധിയായിരുന്നു. മൃതശരീരം വീണ്ടെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. ക്രിമിനൽ സ്വഭാവമുള്ള പ്രതിക്ക് മറ്റു ശത്രുക്കളും ഉണ്ടാകാം, അവരായിരിക്കാം കൃത്യം നിർവഹിച്ചത് തുടങ്ങിയ അപൂർവ വാദങ്ങൾ നിരത്തി തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ കോടതി വെറുതെ വിട്ടു. കന്നുകാലികളെ വളർത്തി കുടുംബം പോറ്റിയിരുന്ന ശങ്കരനാരായണൻ മകളുടെ മരണത്തിന് ശേഷം ചിരിച്ചത് തനിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചപ്പോഴാണ്. കോടതി വെറുതെ വിട്ടപ്പോഴും മകളെ നഷ്ടപ്പെട്ട വേദന അയാളെ വേട്ടയാടിയിരുന്നു. ആ വേദനയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. രാജ്യത്ത് ദിനംപ്രതി നിരവധി പെൺകുട്ടികൾ പലവിധ അക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. പലപ്പോഴും ഇത്തരം അക്രമങ്ങൾ കൊലപാതകത്തിലാണ് കലാശിക്കാറ്. നിയമത്തെ വിശ്വസിച്ചു മാത്രമാണ് ആ കുട്ടികളുടെ മാതാപിതാക്കൾ ശങ്കരനാരായണന്റെ വഴി തിരഞ്ഞെടുക്കാത്തത്. ആ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിയമത്തിൻ്റെയും നിയമപാലകരുടെയും സിസ്റ്റത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. ശങ്കരനാരായണന്, കൃഷ്ണപ്രിയയുടെ അച്ഛന് ആദരാഞ്ജലികൾ.